ഹായ് എവ്രി വൺ, ആദിൽ ഹിയർ. സോ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലെ നെക്സ്റ്റ് ഒരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് അറേനെ കുറിച്ചിട്ടാണ്. ജാവാസ്ക്രിപ്റ്റ് അറേ എന്താണ്? ജെഎസ് അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയോ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേരിയബിൾസിലെ ഒരു സമയത്ത് ഒരു സിംഗിൾ വാല്യൂ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്ന്, അല്ലെ? അതായത് ഒരു വേരിയബിൾ നമുക്ക് അറ്റ് എ ടൈമിൽ ഒരു സിംഗിൾ വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? രണ്ടാമതൊരു വാല്യൂ ആ ഒരു വേരിയബിൾ സെയിം വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡ് വാല്യൂ എന്ത് ചെയ്യും? ഫസ്റ്റ് വാല്യൂ എന്ത് ചെയ്യും? ഈ വേരിയബിളിൽ നിന്ന് റിമൂവ് ആയി പോകും. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനൊന്ന് കാണിച്ചത്. ഫോർ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. വി എസ് കോഡ് ഓപ്പൺ ചെയ്യുന്നു. വി എസ് കോഡിൽ ഞാനൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു JS ഫയലിനെ ഞാൻ HTML ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു JS ഫയലിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു നെയിം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ലെറ്റ് നെയിം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഈ വേരിയബിളിലോട്ട് ഞാൻ എന്ത് ചെയ്തു? ലുബ്ന എന്ന് പറഞ്ഞിട്ട് വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ വീണ്ടും ഇതേ വേരിയബിളിലോട്ട് വീണ്ടും ഒരു വാല്യൂ കൂടി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. മറിയം എന്ന് പറഞ്ഞ കൂടി നമ്മൾ എന്ത് ചെയ്തു? ഇതിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് ലുബിന എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത് വീണ്ടും ഞാൻ രണ്ടാമതൊരു വാല്യൂ കൂടിയും ഈ ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. ഈ ഒരു സമയത്ത് നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? അല്ലെ, കൺസോൾ ലോഗില് നമുക്ക് നെയിം എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നെയിം എന്ന് പറഞ്ഞ വേരിയബിളിൽ നിലവിൽ എന്ത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അറിയാൻ പറ്റൂലേ? പറ്റും. അപ്പോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എവിടെ വരിക? ഞാൻ ഈ പേജ് ലൈവ് സെർവറിൽ റൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ നമ്മൾ എന്ത് ചെയ്യാം? ലൈവ് സെർവറിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, ലൈവ് സെർവറിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് റീഫ്രഷ് ചെയ്തു. റീഫ്രഷ് ചെയ്തപ്പോൾ ഇവിടെ കണ്ടോ എത്രയും വന്നിട്ടില്ല? എന്താ വന്നിട്ടില്ലേ? മറിയം എന്ന് പറഞ്ഞിട്ടുള്ള പേര് മാത്രമാണ് എനിക്ക് കൺസോളിൽ പ്രിന്റ് വന്നിട്ടുള്ളൂ. ലുബിന വന്നിട്ടുണ്ടോ? ലുബിന ആദ്യം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചത് ലുബിന എന്ന് പറഞ്ഞ പേരല്ലേ ആ വേരിയബിളില്. എന്നിട്ട് മറിയം സ്റ്റോർ ചെയ്ത് വെച്ചപ്പോൾ ലുബിന എവിടെ പോയി? ലുബിന എന്ത് ചെയ്തു? ആ വേരിയബിളിൽ നിന്ന് ആദ്യം സ്റ്റോർ ചെയ്ത് വെച്ച വാല്യൂ റിമൂവ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ വാല്യൂ അതിലോട്ട് സ്റ്റോർ ആയത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു വേരിയബിളിൽ അറ്റ് എ ടൈമിൽ ഒരു സിംഗിൾ വാല്യൂ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്ന്. മനസ്സിലായോ? അപ്പോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്കിപ്പോ ഒരാളുടെ പേരല്ല, എനിക്ക് എന്റെ സ്റ്റുഡൻസിന്റെ ഒരു നാല് സ്റ്റുഡൻസിന്റെ പേരുണ്ട്. 4 സ്റ്റുഡൻസിന്റെ പേര് എനിക്ക് എന്ത് ചെയ്യണം? ഒരിടത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, എന്റെ 4 സ്റ്റുഡൻസിന്റെ പേര് എനിക്ക് ഒരിടത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യാൻ പോവാ? കാണിച്ചു തരാം. 2 രീതിയിൽ നമുക്ക് ഈ ഒരു കാര്യത്തിന്, ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ 2 രീതിയിൽ. അതില് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് എങ്ങനെയാ ചെയ്യാം? ഒരു വേരിയബിള് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഒരു വാല്യൂ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അങ്ങനെയാണെങ്കിൽ 5 വാല്യൂസ് നമുക്ക്, അല്ലെങ്കിൽ 5 കുട്ടികൾ അല്ലെങ്കിൽ 4 കുട്ടികളുടെ പേരുകൾ എനിക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര വേരിയബിൾസ് വേണ്ടി വരും? ഒബ്വിയസ്ലി നമുക്ക് 4 വേരിയബിൾസ് വേണ്ടി വരും, അല്ലെ? അപ്പൊ നമുക്ക് ആ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്ത് ചെയ്തു? സ്റ്റുഡന്റ് 1 എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിലോട്ട് എന്ത് ചെയ്തു? ലുബ്ന സ്റ്റോർ ചെയ്തു. രണ്ടാമത്തത് വീണ്ടും ലെറ്റ് സ്റ്റുഡന്റ് 2 എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ട് മറിയാം. ഓക്കെ, മൂന്നാമത്തത് ലെറ്റ് സ്റ്റുഡന്റ് 3 എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ട് ഫാസിൽ. ലെറ്റ് സ്റ്റുഡന്റ് 4 എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് നിസാം. ഇങ്ങനെ 4 പേരുകൾ ഞാൻ എന്ത് ചെയ്തു? സ്റ്റോർ ചെയ്ത് വെച്ചു. സ്റ്റോർ ചെയ്ത് വെച്ചത് എങ്ങനെ? 4 ഡിഫറെന്റ് വേരിയബിൾസിലായിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഓരോരുത്തരും കിട്ടണമെന്നുണ്ടെങ്കിൽ അതായത് വേരിയബിൾസിനെ എനിക്ക് എന്ത് ചെയ്താൽ മതി?
വിളിച്ചാൽ മതി, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് നാല് പേരുകൾ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ 4 വേരിയബിൾസ് വേണം അല്ലെ? പക്ഷെ ഇങ്ങനല്ല, എനിക്ക് ഒരു സിംഗിൾ വേരിയബിൾ തന്നെ ഈ 4 പേരുകൾ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അവിടെയാണ് നമുക്ക് അറേന്റെ റെലവൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് ഒരു സിംഗിൾ വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ അറേസ് യൂസ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലെറ്റ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അതിലോട്ട് എനിക്ക് എന്താണ് ഈ 4 പേരിനെയും കൂടി ഒരുമിച്ച് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അതിനെന്ത് ചെയ്യേണ്ടത് വെച്ചാല് നമ്മൾ ഡയറക്ട്ലി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ 4ഉം കൂടി ഒരുമിച്ച് എന്ത് ചെയ്യില്ല, ഒരു വേരിയബിളിൽ കണ്ടെയ്ൻ ചെയ്യൂല. അങ്ങനെ കണ്ടെയ്ൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അറേ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യണം. അറേ ആക്കി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, അസൈൻ ചെയ്തതിന് ശേഷം ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് അതില് ഓരോരോ വാല്യൂസിന് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. ലുബ്ന, ലുബ്ന, അടുത്തത് മറിയം, ഇത് ഫാസിൽ, സ്ട്രിങ് ആക്കണ്ടേ, ഫാസിൽ, നിസാം. ഓക്കെ, 4 വേരിയബിൾസിനും കൂടി ഞാൻ ഒരു വേരിയബിളിലാണ് 4 വാല്യൂസിനും കൂടി ഒരു വേരിയബിളിലാണ് ഞാനിപ്പോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, കണ്ടോ? ഇങ്ങനെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചു. സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സ്റ്റോർ ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയണ്ടേ? സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ 4 വാല്യൂസും നമുക്ക് കിട്ടണ്ടേ? ഉണ്ടോ ചെക്ക് ചെയ്തൂടെ? എങ്ങനെ ചെക്ക് ചെയ്യാം? ഒന്നും വേണ്ട, ജസ്റ്റ് കൺസോളിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, പ്രിന്റ് കൊടുത്താൽ മതി അല്ലെ? പോരാ, സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കൺസോളിൽ എന്താണ് പ്രിന്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫുൾ നെയിംസും നമുക്ക് പ്രിന്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയണ്ടേ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എവിടെ വരിക, ബ്രൗസറിലോട്ട് വരിക. കണ്ടോ, കാണുന്നുണ്ടോ? ലുബ്ന, മറിയം, ഫാസിൽ, നിസാം, 4 വാല്യൂസ് നമുക്ക് ഒരു അറേന്റെ ഉള്ളിലായിട്ട് നമുക്ക് പ്രിന്റ് വന്നിട്ടുണ്ട്. ഇൻഡെക്സ് ജാസ് 14, ഇൻഡെക്സ് ജാസിൽ 14ാമത്തെ ലൈനിലാണ് പ്രിന്റ് വന്നിട്ടുള്ളത്. കണ്ടോ, 14ാമത്തെ ലൈനിനാണോ ചെക്ക് ചെയ്യല്ലേ? ചെക്ക് ചെയ്ത് നോക്കാം. 14ാമത്തെ ലൈനിലാണ് നമ്മൾ സ്റ്റുഡൻസിന്റെ പ്രിന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് ഒരുമിച്ച് പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം, അറേസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ അറേ ഓഫ് സ്ട്രിങ് ആണ്. എന്താണ് അറേ ഓഫ് സ്ട്രിങ്? മീൻസ് അറേ ഓഫ് സ്ട്രിങ് എന്ന് പറയുമ്പോൾ അറേ ഓഫ് സ്ട്രിങ് മീൻസ് ഈ അറേന്റെ ഉള്ളിൽ ഫുള്ള് എന്താണ്, സ്ട്രിങ് ആണ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണ്, ടെക്സ്റ്റ് ഡാറ്റയാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അറേ ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലോ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, മാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ലെറ്റ് മാർക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിലോട്ട് എല്ലാ സ്റ്റുഡൻസിന്റെയും മാർക്സ് എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നു. എത്രയാണ്, 100, 80, 56, 43, 78, 39, ഇങ്ങനെ എന്ത് ചെയ്തു, കുറച്ച് വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മാർക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് നമ്മൾ ഒരു കുറച്ച് വാല്യൂസ് ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചു. ഈ സ്റ്റോർ ചെയ്ത് വെച്ച വാല്യൂസ് കയറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? സ്റ്റുഡൻസിന്റെ കൂടെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്സും കൂടി പ്രിന്റ് കൊടുക്കുന്നുണ്ട്. പ്രിന്റ് കൊടുത്തു. ഇനി നമുക്ക് എവിടെ പോയിട്ട് ചെക്ക് ചെയ്യാം? ബ്രൗസറിൽ ചെന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ബ്രൗസറിലോട്ട് വരിക. കണ്ടോ, അവിടെ കാണാൻ പറ്റും 100, 80, 56, 43, 58, 39. അപ്പൊ മാർക്സ് എന്ന് പറഞ്ഞ വേരിയബിള് ഞാൻ പ്രിന്റ് കൊടുത്ത സമയത്ത് എനിക്ക് എത്ര വാല്യൂസ് ഔട്ട്പുട്ട് കിട്ടി? 6 വാല്യൂസും ഒരുമിച്ച് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരത്തില് നമുക്ക് അറേ ഓഫ് ഇന്റിജേഴ്സും അല്ലെങ്കിൽ അറേ ഓഫ് നമ്പേഴ്സും അതുപോലെ തന്നെ അറേ ഓഫ് സ്ട്രിങ്ങും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ജാവാസ്ക്രിപ്റ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, നമുക്ക് ഇതിൽ ഏത് ടൈപ്പ്, 2 ടൈപ്പ് വാല്യൂസിനും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് എഴുതാം. മനസ്സിലായി? അപ്പൊ ഞാൻ കാണിച്ചില്ല,
ലെറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിലോട്ട് എന്ത് ചെയ്തു, ഹലോ 100 50.4 വേൾഡ് -10. ഇങ്ങനെ ഞാനിപ്പോ ഇതിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വാല്യൂസ് ഞാൻ ഈ ഒരു ഒറ്റ വേരിയബിൾ തന്നെ സ്റ്റോർ ചെയ്യാൻ ട്രൈ ചെയ്താണ്. ഇതിൽ സ്ട്രിങ് ഉണ്ട് അല്ലെ, ഇന്റിജർ നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ ഡെസിമൽ വാല്യൂസ് ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം ഉണ്ട്. ഓക്കെ, ഈ എല്ലാ വാല്യൂസും ഞാൻ ഒരുമിച്ച് എന്ത് ചെയ്തു, ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തു, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ബൂളിയൻ വാല്യൂസ് കൊണ്ട് കൊടുക്കാം. ട്രൂ ഇങ്ങനെയും കൊടുത്തു. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്യണം, ഒന്ന് പ്രിന്റ് ചെയ്ത് കൊടുത്തു നോക്കുകയാണ്. മാർക്സിന് ശേഷം വാല്യൂസും കൂടി എന്ത് ചെയ്തു, പ്രിന്റ് കൊടുത്തു. ഓക്കെ, ഇനി നേരെ എവിടെ വരിക, നമ്മൾ ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ബ്രൗസറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഹലോ 100 50.4 വേൾഡ് -10 ട്രൂ. നമ്മൾ അറേന്റെ ഉള്ളിൽ മിക്സ്ഡ് ആക്കിയിട്ട് എല്ലാ ടൈപ്പ് ഓഫ് വാല്യൂസും കൂടി ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് നോക്കി, ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും. നോ ഇഷ്യൂസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അറേസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലാവുണ്ടല്ലോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഈ ഒരു അറേന്റെ ഉള്ളിൽ നിന്ന് ഓരോ വാല്യൂസിനും നമുക്ക് ഔട്ട്പുട്ട് എടുക്കണം. ഇപ്പൊ ഞാൻ അറേന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ഓരോ അറേസിന് ഞാൻ ഇപ്പൊ കൺസോളിൽ പ്രിന്റ് കൊടുത്ത സമയത്ത് എനിക്ക് എന്താ കിട്ടിയത്, ഹോൾ ദ അറേ ഒരുമിച്ച് പ്രിന്റ് ചെയ്ത് വരികയാണ് ചെയ്തത്. അല്ലെങ്കിൽ അറേന്റെ ഉള്ളിലുള്ള എല്ലാ എലമെന്റ്സിനും കൂടി ഒരുമിച്ച് പ്രിന്റ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വാല്യൂവിനെ മാത്രം, ഇപ്പൊ ലുബിന അല്ലെങ്കിൽ നെയിംസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ അറേ അല്ലേ, അതിൽ എനിക്ക് മറിയം എന്നുള്ള പേര് മാത്രം എനിക്ക് ഔട്ട്പുട്ട് കിട്ടണം എന്ന് കരുതാം. ഇപ്പം ആ അറയില് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ അറയില് ലുബിന ഉണ്ട്, മറിയം ഉണ്ട്, ഫാസിൽ ഉണ്ട്, നിസാം ഉണ്ട്. ഇതിൽ നിന്ന് എനിക്ക് മറിയം എന്ന് പറഞ്ഞ പേര് മാത്രം എനിക്ക് കൺസോളിൽ പ്രിന്റ് എടുക്കണം എന്ന് കരുതാം, അല്ലെങ്കിൽ അറേന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കണം എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനു വേണ്ടി നമ്മൾ ഈ കൺസോളിൽ ഇവിടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതില് ഇവിടെ ഉണ്ടോ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് താഴോട്ട് കാണാൻ പറ്റും ലുബിനന്റെ നേരെ 0, മറിയത്തിന്റെ നേരെ 1, ഫാസിലിന്റെ നേരെ 2, നിസാമിന്റെ നേരെ 3. കണ്ടോ, ഡിഫറെന്റ് വാല്യൂസ് ഇവിടെ കാണാൻ പറ്റും. 0 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാല്യൂസ് ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. ഇതെന്താ സംഭവം എന്നറിയോ, ഇതിനെയാണ് നമ്മൾ അറേ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയാം. എന്താണ് അറേ ഇൻഡെക്സ് നമ്പേഴ്സ്? ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറേന്റെ ഉള്ളിലുള്ള എലമെന്റ്സിന് ഒരു അറേന്റെ ഉള്ളിലെ ഓരോ എലമെന്റ്സും പൊസിഷൻ ചെയ്യുന്ന അതിന്റെ പൊസിഷനെ നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയാം. അതായത് ആദ്യത്തെ വാല്യൂ, അറേന്റെ ഉള്ളിൽ ആദ്യത്തെ വാല്യൂ പൊസിഷൻ ചെയ്യുന്ന അതിന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. അതെന്തുകൊണ്ട് 0 വരാൻ കാരണം, അതായത് നമ്മൾ സാധാരണ 1 2 3 എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് കൗണ്ട് ചെയ്യുന്നതിന് പകരം ഇൻഡെക്സ് നമ്പേഴ്സ് കൗണ്ട് ചെയ്യല് 0 മുതലാണ് സ്റ്റാർട്ടിങ്. ഓക്കെ, അപ്പൊ ഒരു അറേന്റെ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മുതലാണ്, 0 മുതലാണ് സ്റ്റാർട്ടിങ്. അപ്പൊ ആദ്യത്തെ വാല്യൂന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ പൊസിഷനിലെ വാല്യൂന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0, രണ്ടാമത്തേതാണെങ്കിൽ 1, മൂന്നാമത്തേതാണെങ്കിൽ 2, നാലാമത്തേതാണെങ്കിൽ 3. ഇങ്ങനെ ഓരോ അറേന്റെ ഉള്ളിലെ ഓരോ എലമെന്റ്സിനും അതിൻ്റെതായിട്ടുള്ള പൊസിഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സിനാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയാം. ഈ ഇൻഡെക്സ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 പൊസിഷൻ മുതലാണ്, അല്ലെങ്കിൽ 0th മുതലാണ്. അതിന്റെ മുകളിലോട്ട് 0 1 2 3 എന്ന് പറഞ്ഞിട്ട് എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും വരെ എന്ത് ചെയ്യും, ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ട് പോകും ഇൻഡെക്സ് നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ വാല്യൂന്റെ ഒരു അറേന്റെ ഉള്ളിലെ ആദ്യത്തെ വാല്യൂന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0, സെക്കൻഡ് വാല്യൂന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 1, തേർഡ് വാല്യൂന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുമ്പോൾ 2. അതിന് എത്ര നമ്പേഴ്സ്, എത്ര വാല്യൂസ് ഒരു അറേയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ വാല്യൂസ്, അതിന്റെ എത്രാമത്തെ വാല്യൂ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇൻഡെക്സ് നമ്പർ ഈസി ആയിട്ട് കാണാം. എങ്ങനെ, എത്രാമത്തെ വാല്യൂ ആണോ അത് -1. ഇപ്പൊ 5ാമത്തെ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ 5 - 1, അപ്പൊ എത്ര 4 ആണ് അതിന്റെ ഇൻഡെക്സ് നമ്പർ. ഇനി 10ാമത്തെ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ 10 - 1 9, അതാണ് അതിന്റെ ഇൻഡെക്സ് നമ്പർ. അതായത് ഇനിയിപ്പോ 100 വാല്യൂസ് ഉണ്ട്. ഓക്കെ, 100 വാല്യൂസ് ഉള്ള ഒരു അറേ. ഈ അറേന്റെ ഉള്ളിലെ ഏറ്റവും അവസാനത്തെ എലമെന്റിന്റെ ഇൻഡെക്സ് നമ്പർ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും?
ഒരു അറേന്റെ ഉള്ളിൽ 100 എലമെന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ എലമെന്റ് എത്രാമത്തെ എലമെന്റ് ആയിക്കാരം? 100ാമത്തെ എലമെന്റ് ആയിക്കാരം അല്ലെ? അപ്പൊ 100ാമത്തെ എലമെന്റിന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുമ്പോൾ എത്ര ആയിക്കാരം? 100 - 1 ആയിരിക്കും. അപ്പൊ എത്ര വരിക? 99 ആയിരിക്കും അതിന്റെ ഇൻഡെക്സ് നമ്പർ വരിക. മനസ്സിലായോ? അപ്പൊ അത് എത്രാമത്തെ നമ്പർ ആണോ അതേ എത്രാമത്തെ വാല്യൂ ആണോ അതേ -1 ആണ് ഇൻഡെക്സ് നമ്പേഴ്സ് വരിക. അതെന്തുകൊണ്ടാണ്? ഇൻഡെക്സ് നമ്പേഴ്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയെന്നാ? 0 എന്നാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ വരാനുള്ള കാരണം. ഓക്കെ. അപ്പോ ഈ ഇൻഡെക്സ് നമ്പേഴ്സ് കൊണ്ട് വേറെ എന്താ പ്രയോജനം? ഓക്കെ, ഈ ഇൻഡെക്സ് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരു അറേന്റെ ഉള്ളിലെ വാല്യൂസിനെ ആക്സസ് ചെയ്യാനും അതിൽ വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. മനസ്സിലാവുണ്ടോ? ഒരു അറേന്റെ ഉള്ളിലുള്ള വാല്യൂസിനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിലും അതിന് വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലുബ്ന, മറിയം, ഫാസിൽ, നിസാം, ഈ 4 വാല്യൂസ് ഒരുമിച്ച് ഒരു വേരിയബിളാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് മറിയം എന്ന് പറഞ്ഞ വാല്യൂ മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം എന്ന് കരുതുക. ഓക്കെ, മറിയം എന്ന് പറഞ്ഞ വാല്യൂ മാത്രം എനിക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സിന്റെ റിലവൻസ് വരുന്നത്. അവിടെ നമുക്ക് അറേ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് അറേന്റെ ഉള്ളിലെ എലമെന്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത് എങ്ങനെയെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഉണ്ടല്ലോ അല്ലെ? ഇതെല്ലാം ഞാൻ തൽക്കാലം കണ്ട് ഒഴിവാക്കുന്നുണ്ട്. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഒരു അറേ ഉണ്ട്. ഈ അറേന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് എനിക്ക് മറിയം എന്ന് പറഞ്ഞ വാല്യൂവിന് മാത്രം പുറത്തെടുക്കണം. ഓക്കെ, അതിന് വേണ്ടി എന്ത് ചെയ്യുക വെച്ചാൽ അറേ നെയിം ആദ്യം വിളിക്കുക. കൺസോളിൽ എന്ത് കൊടുത്തു? അറേ നെയിം വിളിച്ചു. ശേഷം അതിന്റെ ഇൻഡെക്സ് നമ്പർ, മറിയം എന്ന് പറഞ്ഞ വാല്യൂവിന്റെ ഇൻഡെക്സ് നമ്പർ എത്ര വരിക? ലുബിനന്റെ ഇൻഡെക്സ് നമ്പർ എത്രയാ? സ്റ്റാർട്ടിങ് 0 ആണ്. അപ്പൊ ലുബിനന്റെ ഇൻഡെക്സ് നമ്പർ എത്ര വരിക? 0 വരും. ശേഷം 1. അപ്പൊ മറിയം എന്ന് പറഞ്ഞ വാല്യൂവിന്റെ ഇൻഡെക്സ് നമ്പർ എത്ര വരുന്നത്? 1 ആണ്. അപ്പോ ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് ഒരു എലമെന്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറേന്റെ പേര് ബ്രാക്കറ്റിൽ നമ്മൾ ഇൻഡെക്സ് നമ്പർ എത്രയാണോ വെച്ചാൽ അത് കൊടുക്കാം. ഏത് ഇൻഡെക്സിലെ വാല്യൂ വേണ്ടത്? ഫസ്റ്റ് ഇൻഡെക്സിലെ വാല്യൂ ആണ്. ഫസ്റ്റ് ഇൻഡെക്സിലെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, നമുക്ക് കൺസോളിൽ പ്രിന്റ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കൺസോളിലോട്ട് ബ്രൗസറിലൊന്ന് പോയി നോക്കാം. കണ്ടോ? മറിയാം പ്രിന്റ് വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി വേറൊരു വാല്യൂ നമുക്ക് അതേപോലെ പ്രിന്റ് കൊടുത്തു നോക്കാം. തിരിച്ച് VS കോഡിലോട്ട് തന്നെ വരിക. VS കോഡിൽ വന്നു കഴിഞ്ഞാൽ 1 ഉള്ളത് നമുക്ക് എത്രാമത്തെ നിസാമിനെ പ്രിന്റ് കിട്ടണം. നിസാമിനെ പ്രിന്റ് കിട്ടണമെങ്കിൽ എത്ര വാല്യൂസ് ഉണ്ട്? 1 2 3 4. 4ാമത്തെ വാല്യൂ ആണ് പ്രിന്റ് കിട്ടേണ്ടത്. 4ാമത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻഡെക്സ് നമ്പർ എത്ര വരിക? 4 - 1 3 അല്ലെ? അപ്പം ഈ സ്റ്റുഡൻസിന് ഇവിടെ 1 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ മാറ്റിയിട്ട് എത്ര കൊടുക്കുക? അതിന്റെ ഇൻഡെക്സ് നമ്പർ എത്ര? 3. ഇത് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? ഒന്ന് ബ്രൗസറിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ? നിസാം പ്രിന്റ് വന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് നമുക്കൊരു അറേന്റെ ഉള്ളിലെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഇൻഡെക്സ് നമ്പേഴ്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ അല്ലെ? അതേപോലെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് അതിന്റെ ഉള്ളിലെ എലമെന്റ്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. അപ്പോ എനിക്കിനിപ്പം മാർക്സ് എന്ന് പറഞ്ഞ അറേയില് ആദ്യത്തെ വാല്യൂ എത്ര? 100 അല്ലെ? മാർക്സ് എന്ന് പറഞ്ഞ അറേയില് ആദ്യത്തെ വാല്യൂ എത്ര? 100 ആണ്. ഈ 100നെ ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് എത്ര ആക്കണം? 10 ആക്കണം. എത്ര ആക്കണം? 10 ആക്കണം. നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അറേ നെയിം നമ്മളിങ്ങനെ ഒരു എലമെന്റിനെ ആക്സസ് ചെയ്യാന്ന് പറഞ്ഞത് അറേ നെയിം എന്താണ്? മാർക്സ് എന്ന് പറഞ്ഞാൽ അറേന്റെ പേര് വിളിക്കുന്നു. ബ്രാക്കറ്റില് നമ്മൾ അതിന്റെ ഇൻഡെക്സ് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇൻഡെക്സ് നമ്പർ എത്രയാ? ഏത് വാല്യൂ ചേഞ്ച് ചെയ്യേണ്ടത്? 100 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതിന്റെ ഇൻഡെക്സ് നമ്പർ എത്ര ആയിക്കാരം? സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്ര വരിക? 0 അല്ലേ? അപ്പൊ 0 മാർക്സ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേരിയബിൾ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ വാല്യൂനെ ചേഞ്ച് ചെയ്യാൻ കൊടുക്കാം. അപ്പൊ മാർക്സ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ദെൻ അസൈൻസ് അതിലോട്ട് എന്ത് വാല്യൂ കൊടുക്കുക? എത്ര വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത്? 10. ഓക്കെ, മാർക്സ് ഓഫ് 0 അസൈൻസ് 10 മീൻസ് മാർക്സ് എന്ന് പറഞ്ഞ അറയില് 0th പൊസിഷനിലെ വാല്യൂ 10 ആയിട്ട് അസൈൻ ചെയ്തു എന്നർത്ഥം. ഓക്കെ, ഒന്ന് കൺസോളിൽ നമുക്ക്
പ്രിന്റ് കൊടുത്ത് വെക്കാം മാർക്സിന്. ഓക്കെ, മാർക്സിനൊന്ന് പ്രിന്റ് കൊടുത്ത് വെക്കാം. കണ്ടോ 108056 എന്താ മാർക്സിന്റെ അറയിൽ ഫസ്റ്റത്തെ വാല്യൂ എന്തായിരുന്നു 100 ആയിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ എന്തായിട്ടുണ്ട് 10 ആയിട്ട് മാറിയിട്ടുണ്ട്. കണ്ടോ, അപ്പൊ അറേന്റെ ഉള്ളിലെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു ചേഞ്ച് ചെയ്തു എന്നർത്ഥം. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, ഇതേ ഇൻഡെക്സ് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് അറേന്റെ ഉള്ളിൽ ഏത് പൊസിഷനിലെ വാല്യൂസും ചേഞ്ച് ചെയ്യാട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പൊസിഷനിലെ വാല്യൂസും ഒന്ന് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു അറേന്റെ ഉള്ളിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു എലമെന്റ് ആഡ് ചെയ്യണം. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ അറേന്റെ ഉള്ളിലോട്ട് പുതിയൊരു എലമെന്റ് ആഡ് ചെയ്യണം എന്ന് കരുതാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ്, അതായത് ഈ അറേന്റെ ഉള്ളിലോട്ട് പുതിയൊരു എലമെന്റ് ആഡ് ചെയ്യണം. അതായത് നിസാമിന് ശേഷം പുതിയൊരു എലമെന്റ്, സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ അറയിലോട്ട് നിസാമിന് ശേഷം ഒരു എലമെന്റിന് ഒരു പേര് കൂടി എനിക്ക് ആഡ് ചെയ്യണം എന്ന് കരുതുക. ഓക്കെ, നിസാമിന് ശേഷം ഒരു പേരും കൂടി അറേന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെ നോക്കാം, അതിനാണ് അറേ നെയിം ആദ്യം കോൾ ചെയ്യാം. അറേ നെയിം ഞാൻ അവിടെ കോൾ ചെയ്തു. അതിനുശേഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ എത്രാമത്തെ പൊസിഷനിലോട്ടാണ് ഇനി വാല്യൂ ആഡ് ചെയ്യേണ്ടത്, 0 1 2 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 അല്ലെ, കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ആണ് നിസാമ. അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂലോട്ടാണ് നമുക്ക് പൊസിഷനിലോട്ടാണ് വാല്യൂ ആഡ് ചെയ്യേണ്ടത്. അപ്പോ അത് കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ എന്ന് പറഞ്ഞത് എത്ര, 4 ആണ്. അപ്പോ സ്റ്റുഡൻസ് ഓഫ് 4 അസൈൻസ് എന്ത് കൊടുക്കാം, ആദിൽ. ഓക്കെ, സ്റ്റുഡൻസ് ഓഫ് 4 അസൈൻസ് ആദിൽ എന്ന് പറഞ്ഞിട്ട് വാല്യൂ അതിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് കൺസോളിൽ ഒന്നും കൂടി പ്രിന്റ് ചെയ്ത് നോക്കിയാലല്ലേ സ്റ്റുഡൻസ് മാറിയിരിക്കണോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ സ്റ്റുഡൻസിനെ ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ബ്രൗസറിൽ പോയി നോക്കാം. കണ്ടോ, ലുബ്ന, മറിയം, ഫാസിൽ, നിസാം. അതിന് ശേഷം എന്തുകൂടി വന്നിട്ടുണ്ട്, ആദിൽ എന്ന് പറഞ്ഞ വാല്യൂ കൂടി അതിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഒരു അറേന്റെ ഉള്ളിലോട്ട് നമുക്ക് അതിന്റെ ഇൻഡെക്സ് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഓക്കെ, ഇനി ഈ കൺസോളില് നമുക്ക് ഒരു അറേന്റെ എലമെന്റ്സിന് മൊത്തത്തിൽ പ്രിന്റ് എടുക്കണം. എന്താണ്, അറയിലെ എലമെന്റ്സിന് മൊത്തത്തിൽ എനിക്ക് പ്രിന്റ് എടുക്കണം. അതായത് ഇവിടെ ഇപ്പൊ വാല്യൂസ് എന്ന് പറഞ്ഞൊരു അറേ ഉണ്ടല്ലോ അല്ലെ, വാല്യൂസ് എന്ന് പറഞ്ഞ ഒരു അറേ ഉണ്ട്. അതിൽ ഹലോ ഉണ്ട്, 100 ഉണ്ട്, 50.4 ഉണ്ട്, വേൾഡ് ഉണ്ട്, -10 ഉണ്ട്, ട്രൂ ഉണ്ട്. ഈ ഒരു അറേന്റെ ഉള്ളിൽ നിന്ന് ഏത് അറേന്ന് ആയിക്കോട്ടെ, ഏത് അറേന്റെ ഉള്ളിൽ നിന്നും ഓരോ വാല്യൂസിനും ഇൻഡിവിജ്വലി നമുക്ക് ഔട്ട് പ്രിന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്തോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാൻ വാല്യൂസ് എന്ന് പറഞ്ഞ അറേന്റെ ഉള്ളിൽ നിന്ന് എല്ലാ വാല്യൂസും എനിക്ക് പ്രിന്റ് എടുക്കണം എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ട് ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് പ്രിന്റ് എടുത്തൂടെ. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഞാൻ തൽക്കാലം ഇതൊന്ന് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഈ കൺസോളൊക്കെ. ഓക്കെ, അപ്പൊ വാല്യൂസില് ഹലോ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം. എന്നിട്ട് അടുത്ത ലൈനിൽ 100 പ്രിന്റ് ചെയ്യണം, അടുത്ത ലൈനിൽ 50.4 പ്രിന്റ് ചെയ്യണം, അടുത്ത ലൈനിൽ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം. അങ്ങനെ ഓരോ വാല്യൂസും ഓരോ ടൈമിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരണം. ഓക്കെ, ഒരുമിച്ച് എന്ത് ചെയ്യണം, അറേന്റെ ഉള്ളിലുള്ള എല്ലാ എലമെന്റ്സും നിങ്ങൾക്ക് ഒരുമിച്ച് പ്രിന്റ് എടുക്കണം എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺസോളിൽ വാല്യൂസ് ഓഫ് 0 അല്ലെ, അടുത്ത വീണ്ടും കൺസോളിൽ വാല്യൂസ് ഓഫ് 1, അടുത്ത വീണ്ടും കൺസോളിൽ വാല്യൂസ് ഓഫ് 2, കൺസോളിൽ വാല്യൂസ് ഓഫ് 3. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കൺസോളിൽ എല്ലാ വാല്യൂസും കൺസോൾ ലോഗ്
വാല്യൂസ് ഓഫ് 4 കൺസോൾ ലോഗില് വാല്യൂസ് ഓഫ് 5 ഇത്ര വാല്യൂസ് ഉണ്ട് 0 1 2 3 4 5 ഓക്കെ. അപ്പൊ 5 വരെയുള്ള എല്ലാ വാല്യൂസും നമുക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടി ഞാൻ കൺസോൾ ലോഗ് 5 എത്ര പ്രാവശ്യം അത്രയും പ്രാവശ്യം എത്ര വാല്യൂസ് ഉണ്ടോ അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് കൺസോളിൽ പ്രിന്റ് കിട്ടൂലേ? ഇങ്ങനെ കൊടുത്താൽ പോരെ ഓരോ വാല്യൂസും പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോരെ? അപ്പൊ ഒന്ന് ജസ്റ്റ് കമന്റ് ഒന്ന് ബ്രൗസറിൽ വന്ന് നോക്കാം. വന്നിട്ടുണ്ട് ഹലോ 100 50.4 വേൾഡ് -10 ട്രൂ. എല്ലാ വാല്യൂസും നമുക്ക് താഴെ ആയിട്ട് ഓരോന്നും സെപ്പറേറ്റ്ലി നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? പക്ഷേ ഇപ്പോ ഒരു 4 5 വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്തു, ഒരു 6 വാല്യൂസ് ഉണ്ട് അല്ലെ? 6 വാല്യൂസിനെ ഒരുമിച്ച് പ്രിന്റ് എടുക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തത്, 6 പ്രാവശ്യം കൺസോൾ ലോഗ് പ്രിന്റ് കൊടുത്തു അല്ലെ? 6 പ്രാവശ്യം വീണ്ടും കൺസോൾ ലോഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടേയിരുന്നു അല്ലെ? ഈ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ എഴുതുക എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രാക്ടിക്കലാണ്? ഇപ്പൊ ഒരു 6 പ്രാവശ്യം, ഇപ്പൊ ഒരു അറേന്റെ ഉള്ളിൽ 100 എലമെന്റ്സ് ഉണ്ട് എന്ന് കരുതുക. 100 പ്രാവശ്യം ഇരുന്നിട്ട് കൺസോൾ ലോഗ് പ്രിന്റ് കൊടുത്ത് ഇതിൽ നടക്കുവോ? പ്രാക്ടിക്കൽ ആണോ? അല്ലെ? ഒരു അറേന്റെ ഉള്ളിൽ ഇപ്പൊ 6 എലമെന്റ്സ് ഉള്ളൂ അതിന്റെ ഭാഗ്യം കൊണ്ട്. അതുകൊണ്ട് മാത്രം എനിക്ക് എന്ത് ചെയ്തു, 6 പ്രാവശ്യം എഴുതിയാൽ മതി എന്നായി. ഒരു അറേന്റെ ഉള്ളിൽ കഷ്ടകാലത്തിന് 100 എലമെന്റ്സ് ഉണ്ടെങ്കിലോ, ഈ എല്ലാ എലമെന്റ്സും പ്രിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 100 വട്ടം ഇരുന്നിട്ട് കൺസോൾ ലോഗ് എഴുതാന്ന് പറഞ്ഞ കാര്യം നടക്കുവോ? പ്രാക്ടിക്കൽ ആണോ? അല്ല. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലൂപ്പ് അറേന്റെ കൂടെ യൂസ് ചെയ്യണത്. ഓക്കെ, അറേന്റെ കൂടെ ലൂപ്പ് യൂസ് ചെയ്യണത് എങ്ങനെയാ നോക്കാം. അപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതുന്ന ഈ ഒരു കോഡിനെ നമ്മൾ എന്ത് ചെയ്യും, ലൂപ്പിന്റെ കൂടെ സിമ്പിൾ ആക്കിയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് കാണാം. ഓക്കെ, അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യാ വെച്ചാല് ആദ്യം നമ്മൾ ഫോർ ഇടാം. ഓക്കെ, ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫോർ അതിനുള്ളില് അറേന്റെ ഉള്ളിലെ ഇൻഡെക്സ് നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, 0 ഉള്ളത് ആദ്യം 0 പ്രിന്റ് ചെയ്യണം, പിന്നെ 1 പ്രിന്റ് ചെയ്യണം, പിന്നെ 2 പ്രിന്റ് ചെയ്യണം. ഇതല്ലേ വേണ്ടത്. അപ്പൊ ഇത് ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് ഐ എന്ന് പറഞ്ഞ ഇൻഡെക്സിന് റെഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഐ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഞാൻ എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. അതിലെ വാല്യൂ എന്താക്കി കൊടുത്തു, ഇൻഡെക്സിനോട്ടാണ് റെഫറൻസ് കൊടുക്കുന്നത് എന്നുള്ളതിനെ കൊണ്ട് തന്നെ 0 മുതൽ എനിക്ക് ഐ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഐന്റെ വാല്യൂ എന്താക്കി കൊടുത്തു, 0 ആക്കി കൊടുത്തു അല്ലെ? അറേന്റെ ഇൻഡെക്സ് നമ്പേഴ്സ് 0 മുതലല്ലേ സ്റ്റാർട്ടിങ്, അതുകൊണ്ടാണ് ഐയിലെ വാല്യൂ 0 ആക്കി കൊടുത്തത്. ദെൻ ഐ ലെസ് ദാൻ ഇതിന്റെ ലെങ്ത്, ഇതിന്റെ ഒപ്പം നമുക്ക് കാണേണ്ടത് വാല്യൂസിന്റെ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഐ ലെസ് ദാൻ എന്താണോ വാല്യൂസ്, അല്ലെങ്കിൽ വാല്യൂസിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 1 2 3 4 5 6 6 എലമെന്റ്സ് ഉണ്ട് അല്ലെ? അപ്പൊ ഐ ലെസ് ദാൻ 6 കൊടുത്തു. ഐ അസൈൻസ് 0, ഐ ലെസ് ദാൻ 6, ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ഐ അസൈൻസ് 0, ഐ ലെസ് ദാൻ 6, ഐ പ്ലസ് പ്ലസ് മീൻസ് ഐയിലെ വാല്യൂ എത്ര ആവണം, 0 സ്റ്റാർട്ട് ചെയ്യണം. ഐ 6 താഴെ ആവുന്ന വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിന്റെ വാല്യൂ 0 ഉള്ളത് 1, 1 ഉള്ളത് 2, 2 ഉള്ളത് 3 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ട് പോകും വേണം. ഇനി നമുക്കത് കൺസോളിൽ പ്രിന്റ് കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടിട്ട് ഇതിന്റെ ഉള്ളിൽ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യണം, കൺസോളിൽ ഈ സാധനം പ്രിന്റ് ചെയ്യണ്ടേ. കൺസോൾ ഡോട്ട് ലോഗില് നമുക്ക് എന്താണ് പ്രിന്റ് വരേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഒരു അറേന്റെ വാല്യൂ അല്ലേ പ്രിന്റ് വരേണ്ടത് അല്ലെ? അറേന്റെ ഉള്ളിലുള്ള ഓരോ വാല്യൂസ് അല്ലേ പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് വാല്യൂസ് നമുക്ക് ആക്സസ് ചെയ്തൂടെ, ചെയ്യാം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, വാല്യൂസ് മീൻസ് അറേന്റെ പേരാണ് വാല്യൂസ്. വാല്യൂസ് ഓഫ് 0, വാല്യൂസ് ഓഫ് 1, വാല്യൂസ് ഓഫ് 2, വാല്യൂസ് ഓഫ് 3 ഇങ്ങനെ മാറി വരണം. അങ്ങനെ മാറി വരണം എന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് ഓഫിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം, ഒരു സ്റ്റാറ്റിക് ആയിട്ട് 0 1 കൊടുത്തു കഴിഞ്ഞാൽ കാര്യം നടക്കുവോ, ഇല്ല. അതിന് പകരം എന്ത് ചെയ്താൽ മതി, ഐ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ വാല്യൂസ് ഓഫ് ഐ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഐയിലെ വാല്യൂ 0 ആകുമ്പോൾ 0 പ്രിന്റ് ചെയ്യും. ഐയിലെ വാല്യൂ 1 ആകുമ്പോൾ ഫസ്റ്റ് പൊസിഷനിലെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഐയിലെ വാല്യൂ 2 ആകുമ്പോൾ സെക്കൻഡ് പൊസിഷനിലെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഇങ്ങനെ മാറി വന്നോളും. ഞാൻ ജസ്റ്റ് ഇതൊന്നാണ് കമന്റ് ചെയ്ത് തരാം.
ഓക്കെ, ഇനി നമുക്ക് നേരെ ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഹലോ 100 50.4 വേൾഡ് -10 ട്രൂ. ഇൻഡെക്സ് JS 38ാമത്തെ ലൈനിൽ പറഞ്ഞ സാധനങ്ങളെല്ലാം പ്രിന്റ് വന്നിട്ടുണ്ട്. ഇൻഡെക്സ് JS 38ാമത്തെ ലൈനിലാണ് പ്രിന്റ് വന്നിട്ടുള്ളത്. അല്ലെ, കാണുന്നുണ്ടല്ലോ അല്ലെ. നമുക്കൊന്ന് എന്ത് ചെയ്യാം, VSCODൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. VSCODൽ 38ാമത്തെ ലൈനിൽ കണ്ടോ, 38ാമത്തെ ലൈനിലാണ് നമുക്ക് പ്രിന്റ് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഒരു അറേന്റെ ഉള്ളിലുള്ള എലമെന്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം, അതിന്റെ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. അതിലെ എല്ലാ എലമെന്റ്സിനും നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ഉപയോഗിക്കാം, ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അറേനെ ഐട്രേറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഇനി കുറച്ച് അറേ മെത്തേഡ്സുകൾ പറഞ്ഞുതരാം. എന്താണ് അറേ മെത്തേഡ്സ്? ഓക്കെ, അറേ മെത്തേഡ്സ്. അതിൽ വരുന്നതാണ് ഒന്ന് ലെങ്ത് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. എന്താണ് ലെങ്ത് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി? ഓക്കെ, ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കൺസോളിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, എനിക്ക് വാല്യൂസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ അറയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യണം. എന്താണ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ അറയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം, സ്റ്റുഡൻസ് ഡോട്ട് ലെങ്ത്. എന്താണ് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രിന്റ് കിട്ടും. ചെക്ക് ചെയ്ത് നോക്കില്ലേ, ബ്രൗസറിലോട്ട് വരാം. കണ്ടോ, 5 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് വന്നിട്ടുണ്ട്. ഇൻഡെക്സ് ഡോട്ട് JS 46 എന്ന് പറഞ്ഞ ലൈനിൽ 46ാമത്തെ ലൈനിൽ 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് വന്നിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ. ഓക്കെ, 46ാമത്തെ ലൈനിലാണ് ഇവിടെ പ്രിന്റ് വന്നിട്ടുള്ളത്. സ്റ്റുഡൻസ് ഡോട്ട് ലെങ്ത് എത്രയാണ്, 5. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ അറേയുടെ ഉള്ളിൽ എത്ര എലമെന്റ്സ് ഉണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 4 4 ഉള്ളൂ. പിന്നെ ഇവിടുന്ന് 1 വന്നു. 1 ഇതാ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നില്ലേ നിസാമിന് ശേഷം 5 എന്ന് പറഞ്ഞിട്ട്, ആദിൽ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു എലമെന്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. ആ എലമെന്റ് കൂടി കൂട്ടിയിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടിയത്, സ്റ്റുഡൻസ് ഡോട്ട് ലെങ്ത് ആയിട്ട് അപ്ഡേറ്റ്. ഓക്കെ, ഇനി അടുത്താണ് പോപ്പ് അല്ലെങ്കിൽ പുഷ്. എന്താണ് പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അറേന്റെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലോട്ട് ഒരു എലമെന്റിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുഷ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡൻസ് ഡോട്ട് പുഷ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, കൊടുക്കാം. അതിലോട്ട് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം, ഫിദ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. സ്റ്റുഡൻസ് ഡോട്ട് പുഷിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫിദ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി സ്റ്റുഡൻസിനെ നമുക്ക് ഒന്നുകൂടി കൺസോൾ ചെയ്ത് നോക്കാം. അപ്പോ ഫിദ എന്ന് പറഞ്ഞിട്ടൊരു പേരും കൂടി എന്തിൽ വരണം, സ്റ്റുഡൻസിൽ വരണം. ഇത്രയല്ലേ ഉള്ളൂ. ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പുഷ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് സ്റ്റുഡൻസ് ഡോട്ട് പുഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കൊടുത്തു. അതിലോട്ട് ഫിദ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ വാല്യൂ എന്ത് ചെയ്തു, സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ അറയിലോട്ട് ആഡ് ആവും. അറയിലോട്ട് ആഡ് ആവുന്ന പറയുമ്പോൾ അറയിലെ ഏറ്റവും ലാസ്റ്റത്തെ പൊസിഷനിലോട്ട് ഒരു എലമെന്റിനെ ആഡ് ചെയ്യാനാണ് പുഷ് യൂസ് ചെയ്യണത്. അപ്പൊ ഫിദ എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന് ശേഷം വന്നിട്ടുണ്ടാവും. കൺസോൾ ലോഗിൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മളൊന്ന് ബ്രൗസറിൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, കാണുന്നുണ്ടോ? അതിന് ശേഷം ഫിദ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രിന്റ് വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ പുഷ് നമുക്ക് എന്തിനാണ്, അറേന്റെ ഉള്ളിലോട്ട് എലമെന്റ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതേപോലെ തന്നെ അറേന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഏറ്റവും ലാസ്റ്റിലെ എലമെന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോപ്പ് യൂസ് ചെയ്യാം. എന്താണ് പോപ്പ്? ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഞാൻ സ്റ്റുഡൻസ് ഡോട്ട്
പോപ്പ് വിളിച്ചു. ഓക്കെ, പോപ്പ് വിളിച്ചിട്ട് കൺസോളില് സ്റ്റുഡൻസിന് പ്രിന്റ് കൊടുത്തു. കൺസോളിൽ സ്റ്റുഡൻസിന് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുക നോക്കാം. ഓക്കെ, ഉണ്ടോ? അപ്പൊ അതിൽ നിന്ന് എന്ത് പോയി? ഏറ്റവും ലാസ്റ്റിലെ എലിമെന്റ് ആരായി? ആദിലായി. ഫിദ എന്ന് പറഞ്ഞിട്ടുള്ള പേര് അതിൽ നിന്ന് എന്ത് ചെയ്തു? റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എലമെന്റിന്റെ ഒരു അറേന്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും ലാസ്റ്റിലെ എലമെന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് പോപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് ഇന്നത്തെ സെഷനിൽ നമുക്ക് ഇത്രയും മതി. ഇത്രയും കാര്യങ്ങള് അറേനെ ബേസ്ഡുള്ള ഒരു ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും കാര്യങ്ങളോ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.